ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മർമ്മശാസ്ത്രവും അതിൻ്റെ പ്രസക്തിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്രാചീന കാലം മുതൽ ഭാരതത്തിൽ, വിശിഷ്യ തെക്കൻ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു വൈദ്യശാഖയാണ് മർമ്മ ചികിത്സ. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധയും അറിവും ഈശ്വരാനുഗ്രഹവും ഗുരുത്വവും ആവശ്യമെന്നതിനാൽ ഒരു നിഗൂഢ ശാസ്ത്രമായിട്ടാണ് ഇതിനെ കരുതിപ്പോന്നിരുന്നത്. ചുരുക്കം ചില ആളുകൾ മാത്രം ജനക്ഷേമാർത്ഥം ഈ ശാസ്ത്രം തുടർന്നു പോന്നിരുന്നു. കാലത്തിൻ്റെ ഒഴുക്കിൽ അനവധി ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ പല പ്രധാന മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. മർമ്മം രഹസ്യമാണ്, വാശിയാണ്, ശിവനാണ്, വായുവിൻ്റെ ഇടത്താവളങ്ങളാണ്, ശരീരത്തിൻ്റെ മൃദുഭാഗങ്ങളാണ് എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഒരു നിർവചന പരമ്പരയുണ്ട് മർമ്മത്തിന്. മനുഷ്യ ശരീരം പഞ്ചഭൂതാത്മകമാണ്. അക്ഷരത്തിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് ഭൂമിയും ഉണ്ടായതാണ് പഞ്ചഭൂതോൽപത്തി. ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ത്രിദോഷങ്ങളെന്ന് വിളിക്കപ്പെടുന്ന വാതപിത്ത കഫങ്ങൾ പഞ്ചഭൂതങ്ങളുടെ സാംശീകരണമാണ്. ഇവയ്ക്ക് വികാരഭേദങ്ങൾ സംഭവിക്കുമ്പോൾ ശാരീരികമായ സന്തുലിതാവസ്ഥയ്ക്കു കോട്ടം തട്ടും. ശരീരത്തിൻ്റെ അവയവഭാഗങ്ങൾ മുറിയുക, ഒടിയുക, ക്ഷതം സംഭവിക്കുക എന്നിവയാണ് വികാരഭേദങ്ങൾ. ഇവകളുടെ സൂക്ഷ്മമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥസമുച്ചയമാണ് മർമ്മശാസ്ത്രങ്ങൾ. ഭാരതത്തിൻ്റെ തനതായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് മർമ്മ ചികിത്സ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.